ഏറ്റവും മുന്നിലായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സംസ്ഥാന നേതാക്കളിൽ നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ താക്കീത് നൽകിക്കൊണ്ട് കേരളത്തിലെ മുതിർന്ന പൗരന്മാരായ സർവീസ് പെൻഷൻകാരുടെ അത്യുജ്വല പ്രകടനം, അവരുടെ പ്രതിഷേധത്തിന്റെ തീച്ചുവാര ഇതാ ഉയരുകയാണ്. കേരളത്തെ മുച്ചൂടും മുളിച്ച ഇടതു ഭരണത്തിൽ കഴിഞ്ഞ 40 മാസക്കാലമായി കേരളത്തിലെ മുതിർന്ന പൗരന്മാരായ ഇന്നലകളിൽ സർക്കാരിന്റെ ഭാഗമായി നിന്ന് വികസന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പതിറ്റാണ്ടുകൾ സംഭാവന നൽകിയ പെൻഷൻകാർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം 40 പതിറ്റാണ്ടിൻ്റെ മഹിത പാരമ്പര്യവുമായി കേരളത്തിലെ ജനാധിപത്യ ചേരിയിലെ പെൻഷൻ സമൂഹത്തിൻ്റെ ആശയവും ആവേശവുമായി ഇന്ന് ജനഹൃദയങ്ങളിൽ മാറിയിരിക്കുന്ന, പെൻഷൻ സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന KSSPAയുടെ 39ാമത് സംസ്ഥാന ജില്ലാ സമ്മേളനമാണ് ഇന്നലെ മുതൽ ഇവിടെ പാലായിലെ ജനാധിപത്യ ചേരിയുടെ കരുത്തുറ്റ കോട്ടയായ പാലായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഏത് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഒരു പിറന്നാൾ ആഘോഷം പോലുള്ള ആഘോഷമാണ്. പക്ഷെ കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു അവസരമല്ല നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻകാർക്ക് അല്പമെങ്കിലും സന്തോഷിക്കാനുള്ള അവസരം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അർഹതപ്പെട്ട ആ അവകാശങ്ങൾ നമുക്ക് സ്വമേധയാ ലഭിക്കേണ്ടതാണെങ്കിലും കഴിഞ്ഞ ദീർഘകാലങ്ങളിൽ അങ്ങനെ ലഭിക്കാതെ വന്നപ്പോൾ നിരന്തരമായ പ്രത്യക്ഷ സമരപരിപാടികളിലൂടെ വരെ നേടിയെടുത്ത ആ അവകാശങ്ങൾ പുതുതായിട്ട് അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാലാകാലങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണത നമ്മുടെ ഈ 39ാമത് സമ്മേളനം നടക്കുമ്പോൾ, സംസ്ഥാന സമ്മേളനത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ വർത്തമാന കാലഘട്ടത്തിലെ KSSPAയുടെ ഓരോ പ്രവർത്തകരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ പാലായിൽ കണ്ടത് എന്താണ്? ഇന്നലെ പാലായിൽ കണ്ടത് കാര്യം, നമ്മുടെ കൂടെ ദീർഘകാലം നിന്ന് പ്രവർത്തിച്ച തോമസ് ചാഴികാടൻ മറുവശത്ത് പോയി ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനും ഒരു മുതിർന്ന നേതാവും ഈ നാടിൻ്റെ ജനപ്രതിനിധിയുമാണ് അദ്ദേഹം. കോട്ടയത്തിൻ്റെ MP ആണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇവിടുത്തെ ജനങ്ങളെ പ്രതികരിക്കുന്ന ഒരു ജനപ്രതിനിധി. അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും അരുതാത്തതോ എന്തെങ്കിലും അനാവശ്യമോ എന്തെങ്കിലും സത്യവിരുദ്ധമോ അതല്ലെങ്കിൽ ആരെയെങ്കിലും അപമാനിക്കുന്നതായിരുന്നു. അല്ല, ഈ നാട്ടിലെ സാധാരണക്കാരനായ കർഷകന്റെ വേദന, പ്രയാസം, ബുദ്ധിമുട്ട്. കാരണം കേരള കോൺഗ്രസ് എന്ന പാർട്ടി സ്വാഭാവികമായിട്ടും കോട്ടയത്ത് റബ്ബർ കർഷകരുടെ പ്രയാസത്തെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞതിൻ്റെ പേരിൽ തോമസ് ചാഴികാടൻ നേരിടേണ്ടി വന്ന അപമാനം എത്ര വലുതാണ്. ഇന്ന് കേരള കോൺഗ്രസ് എന്ന പാർട്ടി അതിനെതിരെ ശബ്ദിക്കാൻ, നാവ് ഉയർത്താൻ കഴിയാത്ത നിലയിലേക്ക് ദുർബലമായി പോയിരിക്കുകയാണ്. ആ സ്വന്തം MP-യെ പരസ്യമായി അപമാനിച്ചിട്ട് ഒരു വാക്ക് മറുവാക്ക് പറയാൻ, ഇവിടെയാണ് KM മാണിയും ജോസ് കെ മാണിയും തമ്മിലുള്ള വ്യത്യാസം. എന്തു വന്നാലും KM മാണിയെ കുറിച്ച് ഒരു കാര്യം പറയാൻ കഴിയും, ഒരു നേതാവിന്റെ മുമ്പിലും ഒരു പാർട്ടിക്ക് മുമ്പിലും KM മാണി ആത്മാഭിമാനം പണയം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് തോമസ് ചാഴികാടനെ ഇതുപോലെ അപമാനിച്ചപ്പോ അതിന് മറുപടി പറയേണ്ടത് ജോസ് കെ മാണിയാണ്, ആ പാർട്ടിയെ നയിക്കുന്ന നേതാവ്. നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് ഇതുപോലെ ഭൃത്യന്മാരെ പോലെ, ദാസന്മാരെ പോലെ
ദാസ്യവേല ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇടതുമുന്നണിയിലേക്ക് പോയത് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. UDF-ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടിയിലായിരുന്നെങ്കിൽ എന്തായിരുന്നു? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാരും ഒരുപക്ഷെ ആ നിലയിൽ സംസാരിക്കുന്നവരായിരിക്കും. AK ആന്റണി ഒരിക്കലും, ഉമ്മൻചാണ്ടി ഒരിക്കലും, ഈവൻ K കരുണാകരൻ ഒരിക്കലും. K കരുണാകരൻ ഈ പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഹാസ്യാത്മകമായിട്ട് എന്തെങ്കിലും പറയുന്നതല്ലാതെ ഇതുപോലെ അപമാനിക്കുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിമാരും സംസാരിക്കത്തില്ല. മറിച്ച് ആരെങ്കിലും ഒരു നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ കേരള കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയാകുമായിരുന്നു? കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുടെ തന്നെ പ്രതികരണം എന്താകുമായിരുന്നു? ജോസ് കെ മാണി മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന പാർട്ടികളും ഇന്ന് ഭയത്തിന്റെ പിടിയിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം CPM-നകത്ത് പണ്ട് കാലത്ത് CPM എന്ന പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ടായി. അവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ആരെയും ഭയപ്പെടുന്ന പാർട്ടിയല്ല, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയത്തെയും ഒരു നേതാവിനെയും ഒരു ഭരണകൂടത്തെയും ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് ഭയമുള്ളത് ആകെ ജനങ്ങളെയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് CPM-ന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നിയമസഭയിൽ അകത്തും പുറത്തും ഇത് കാണുന്നതുകൊണ്ട് നിങ്ങളോട് പറയാം, CPM എന്ന പാർട്ടി ഭയപ്പെടുന്ന ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെയാണ്. ഞാൻ പിണറായി വിജയനെതിരെ നിലപാടെടുത്ത് ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ ഇന്ന് ഈ വേദിയിൽ നിന്ന് ഒട്ടും ഒരക്ഷരം ഞാൻ കള്ളമായിട്ട് പറയുന്നതല്ല. എൻ്റെ ഫോണിൽ എത്രയോ പേരാണ് സഖാക്കന്മാരെന്നെ വിളിച്ചത്. 100 കണക്കിന് സഖാക്കന്മാരെന്നെ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയുടെ ഇന്ന ഘടകത്തിൽ വർക്ക് ചെയ്യുന്ന ഇന്നയാളാണ്, എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ മുൻ ജില്ലാ പ്രസിഡന്റും നിലവിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ KD പ്രകാശൻ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ എല്ലാ പരിപാടികളിലും അദ്ദേഹം നേരത്തെ തന്നെ എത്തിച്ചേരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായ ശ്രീ MP വേലായുധൻ സാറിനെ ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ തുടക്കമാണ് കോട്ടയത്ത് നിന്നും ആരംഭിച്ചത്. കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രകടനം ഞാൻ ഈ ടൗൺ ഹാളിൽ നിന്ന് വീക്ഷിക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ പ്രൗഢഗംഭീരമായ ഒരു പ്രകടനം. നമ്മുടെ സംഘടനയുടെ കോട്ടയം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ അത് വലിയൊരു മുന്നേറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് എനിക്കതിനെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് KR കുറുപ്പ് സാറിനെ വിളിക്കുന്നു. അടുത്തത് ചങ്ങനാശ്ശേരിയാണ്. ബേബി ദാനിയൽ സാർ. സാറിനെ ആദരിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ സാറിനെ ക്ഷണിക്കാം. കാഞ്ഞിരപ്പള്ളി CD ദേവസ്യ. സലീം സാറിനെ ക്ഷണിക്കുകയാണ് ആദരിക്കുന്നതിന്. കടുത്തുരുത്തി മേരി ചാക്കോ.
മേരി ചാക്കോയെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അവരെ ക്ഷണിക്കുന്നു. മേരി ചാക്കോ കോട്ടയം KG പ്രസന്നൻ അവർ ആദരിക്കുന്നതിന് സെക്രട്ടേറിയറ്റ് അംഗം KD പ്രകാശ് സാർ. അടുത്തത് പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളി PK തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം മോഹനേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. പൂഞ്ഞ റോബർട്ട് സാറാണ്. സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ട്രഷറർ R. രാജൻ ഗുരുക്കൾ സാറിനെ ക്ഷണിക്കുന്നു. റോബർട്ട് സാർ. പാല CB ജോസഫ് സാറിനെ ആദരിക്കുന്നതിന് ജില്ലാ സെക്രട്ടറി PJ ആനന്ദ് സാറിനെ ക്ഷണിക്കുന്നു. PJ ആനന്ദ് സാറിനെ CB ജോസഫ് സാറിനെ ആദരിക്കാൻ ക്ഷണിക്കുന്നു. വൈക്കം സുന്ദരേശൻ സാറിനെ ആദരിക്കാൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ PK മണിലാൽ സാറിനെ ക്ഷണിക്കാം. സുന്ദരേശൻ സാർ. പ്രത്യേക അഭിനന്ദനത്തിനായി VA ബഷീർ സാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. VA ബഷീർ അവരെ ആദരിക്കാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ KV സാറിനെ ക്ഷണിക്കുക. ഇല്ലേ? ഇനി നമ്മുടെ സംഘാടക മികവ് പുലർത്തിയ നിയോജക മണ്ഡല കമ്മിറ്റികളെ ആദരിക്കുന്ന ചടങ്ങാണ്. എല്ലാ മണ്ഡലങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ച് വൈക്കം നിയോജക മണ്ഡലം അതിശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ കോട്ടയായ വൈക്കത്ത് ഇത്രയേറെ പെൻഷൻ സുഹൃത്തുക്കളെ അണിനിരത്തി ഈ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വൈക്കം നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികളെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ് അവരെ മെമ്മന്റോ സമർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വൈക്കം നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികളെ ഏറ്റുവാങ്ങാൻ കടന്നു വരുന്നു. പ്രദീപ് അവർ വൈക്കം നിയോജക മണ്ഡലം ഭാരവാഹികൾ. സെക്രട്ടറി പ്രദീപ് സാറുടെ ഇടയിലൂടെ കയറി വരണേ, വേദിയിലേക്ക് കടന്നു വരണം. പ്രദീപ് സാർ, നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച നിയോജക മണ്ഡലം വൈക്കം. ആവേശകരമായ പ്രവർത്തനം നമ്മൾക്ക് കാട്ടി മാതൃകാപരമായി തീർന്ന വൈക്കം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭാരവാഹികളെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, എല്ലാവരും നിയോജക മണ്ഡലം ഭാരവാഹികൾ, വനിതാ ഭാരവാഹികളെയൊക്കെ ആദരിക്കുക. മികച്ച വനിതാ ഭാരവാഹി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും മികച്ച സംഘാടനം പാലാ നിയോജക മണ്ഡലമാണ്. പാലാ നിയോജക മണ്ഡലത്തിലെ വനിതാ ഭാരവത്തിന്റെ പ്രവർത്തനം കടന്നു വരണം. പാലാ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സംഘാടനത്തിലുള്ള വനിതാ ഫോറം മേഖലയിലുള്ള മെമ്മന്റോ കൈപ്പറ്റുന്നതിന് പാല വനിതാ ഫോറം സാരിക്കുട്ടി KA കൂട്ടുകാരെ ക്ഷണിക്കുകയാണ്.
വനിതാ ഫോറത്തിലെ 2ാം സ്ഥാനത്തെത്തിയത് കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി വനിതാ ഫോറം പ്രവർത്തകരെ മെമ്മന്റ് ഏറ്റുവാങ്ങുന്നതിനായി സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. അത് നൽകുന്നതിനായി ആരാധനായ DCC പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. മികച്ച വനിതാ ഫോറം പ്രവർത്തകരെ ആദരിക്കുന്നതിന് കടുത്തുരുത്തി. മികച്ച സംഘാടനം 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലാ നിയോജക മണ്ഡലമാണ്. പാലാ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി തുഷാർ ഭാരവാഹികളെ മികച്ച സംഘാടനത്തിന്റെ മെമ്മന്റോ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. ആ മെമ്മന്റോ നൽകുന്നതിനായി ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് സാറെ ക്ഷണിക്കുക. നമ്മൾ ഒരു സമ്മാനം കൂടി കൊടുക്കാനുണ്ട്. നമ്മൾ സംഘാടക സമിതി യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രതിനിധി സമ്മേളനത്തിലും ഉദ്ഘാടന സമ്മേളനത്തിലും വളരെ അച്ചടക്കത്തോടെ ആദ്യാവസാനം ഈ ഹാളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുത്തൊരു ഭാഗ്യശാലിയെ കണ്ടെത്തുമെന്ന് പറഞ്ഞിരുന്നു. ആ ഭാഗ്യം തുണച്ചിരിക്കുന്നത് C. സുരേഷ് കുമാർ. അദ്ദേഹത്തെ ഈ ലക്കി സ്റ്റാർ മെമ്മന്റോ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. പാലായുടെ മെമ്മന്റോ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ആരാധനായ DCC പ്രസിഡന്റ് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. VA ബഷീർ സാർ ചങ്ങനാശ്ശേരിയുടെ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുരേഷ് ഭാഗ്യശാലി. ഒരു പ്രത്യേക അഭിനന്ദനമായി ബഷീർ സാറിനെ ആദരിക്കുന്നതിനായി DCC പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ദയവായി പുറത്തിറങ്ങി അച്ചടക്കത്തോടുകൂടി ഭക്ഷണം കഴിച്ച് നമ്മുടെ സമ്മേളന ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുക. ലീലാമ്മ ജിമ്മി അവர்களுം അതായത് കോട്ടയം ജില്ലയുടെ വനിതാഭവനത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് വനിതകളെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി രംഗത്തേക്ക് ഇറങ്ങണമെന്ന് ആഹ്വാനം ചെയ്യാൻ നല്ല പല അവസരങ്ങളിലും ഈ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിയിലൊക്കെ എത്തിയിട്ടുണ്ട്. മുന്നോട്ട് ജീവിക്കാൻ യാതൊരു തരത്തിലും സുരക്ഷിതത്വമോ യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കടന്നു പോകുന്നത്. വേണമോ വേണ്ടയോ എന്നുള്ള ഒരു ത്രാസിൽ തുലഞ്ഞ ആടിയ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടായതായി അറിയുന്നു. എന്തായാലും ഈ സമ്മേളനം ഒഴിവാക്കാതെ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ സാധിച്ച അല്ലെങ്കിൽ ശ്രമിച്ച എല്ലാ ഭാരവാഹികൾക്കും വനിതാ ഫോറത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നടത്തിയ നമ്മുടെ സംസ്ഥാന വനിതാ ഫോറം പ്രസിഡന്റ് ശ്രീമതി നസീം ബീവി അവർക്ക് നമ്മുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിരവധി ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിലും തുടർന്നും ഉച്ചഭക്ഷണത്തിന് ശേഷവും ഇത്രയും പ്രാതിനിധ്യം ഉണ്ടാവുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്.
കേരള ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ സമൂഹത്തിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും കഴിഞ്ഞ 3 വർഷക്കാലമായി തടഞ്ഞു വച്ചിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ സമരസന്നാഹങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് കേരളത്തിലെ പെൻഷൻ സമൂഹത്തിൻ്റെ ഏക ആശ്രയം KSSPA എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലയിലുടനീളം നമ്മൾ നമ്മുടെ സജീവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടുമിക്ക സംഘടനകളുടെയും ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, തെളിമയാർന്ന രാഷ്ട്രീയം, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ സന്ദേശ പ്രചാരകരായി നിൽക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. അത്തരം ആളുകൾ ഇപ്പം വലിയ ബുദ്ധിമുട്ടിനെ നേരിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുമൊക്കെ നിങ്ങളെപ്പോലെ DAയും പരിഷ്കരണവും നടന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന തുക തന്നെയാണ് എനിക്കും സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിക്കും മുരളിക്കുമൊക്കെ കിട്ടുന്നത്. എൻ്റെ പ്രിയ നാടായ പാലായിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ അതിലൊരു ആതിഥേയൻ എന്നുള്ള നിലയ്ക്ക് ഒരു മനോഭാവത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തു വന്നാലും ഈ പരിപാടി അവസാനിച്ചിട്ടേ പോകൂ എന്നുള്ള വാശിയിൽ നിൽക്കുന്ന കുറേ സഹപ്രവർത്തകരാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു രാജാവിൻ്റെ എഴുന്നള്ളത്ത് കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർഷക കോൺഗ്രസ് അവർക്ക് അവരുടെ ആ കൃഷി കാര്യങ്ങളിൽ അവരോടൊത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കുറച്ചധികം നാളായി സംഘടനാ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തർ പിരിഞ്ഞു പോകുമ്പോഴും അവരുടെ യാത്രയപ്പ് സമ്മേളനം വന്ന് അന്നത്തെ ആയാലും ഇന്നത്തെ ആയാലും DCCയുടെയും കോൺഗ്രസ് നേതാക്കന്മാർ പറയാറുണ്ട്, നിങ്ങളെ ഞങ്ങൾ 2 കൈ നീട്ടി ഇനി സ്വീകരിക്കുകയാണ്, നിങ്ങൾ ഇത് പോരേന്ന്. പാലാ നിയോജകമണ്ഡലം കമ്മിറ്റിക്കും ഇതിൽ സജീവമായി പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഷൂർ സമ്മേളനത്തിൻ്റെ ആദരണീയ അധ്യക്ഷൻ സലീം സാറ്, യോഗം ഉദ്ഘാടനം ചെയ്ത DCCയുടെ പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ രാജമുരുകൻ സാറ്, സംസ്ഥാന നേതാക്കന്മാർ, അതുപോലെ തന്നെ ജില്ലാ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാവരും ഈ വൈകി ഒറ്റ വാചകത്തിൽ നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. വളരെ ആകർഷകമായിട്ട് ഇതുവരെ നടത്താത്ത രീതിയിൽ കോട്ടയം ജില്ലാ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നുള്ളത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ശ്രമം വിജയിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ അത് വിജയിപ്പിച്ചത് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വിവിധ നിയോജകമണ്ഡലത്തിൽ നിന്നും നമ്മുടെ ശക്തി തെളിയിച്ചുകൊണ്ട് എത്തിയ നിങ്ങളാണ്. പാലാ ടൗണിൽ കൂടി നടത്തിയ വലിയ പ്രകടനം സംഘടന കോട്ടയത്ത് വളരെ ശക്തമാണ് എന്ന് അടിവരയിട്ട് സംസ്ഥാന പ്രസിഡന്റ് തന്നെ 11 മണിക്ക് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം സംഘടനയ്ക്ക് കരുത്ത് പകരുവാൻ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്, ഇല്ല എന്ന് പറയുന്നു. നല്ല രീതിയിലുള്ളൊരു സംഘടനാ പ്രവർത്തനം മണ്ഡലം തലത്തിൽ തൊട്ട് നിയോജകമണ്ഡലം ജില്ലാ തലത്തിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷം. കാരണം നമ്മുടെ മുഴുവൻ പേരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ്, അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് ഇതുണ്ടായിരിക്കുന്നത്. ഈ 2400 പേരുടെയും ഓരോരുത്തരെയായിട്ട് പേര് പറഞ്ഞായിട്ട് നിങ്ങൾ കണക്കാക്കണം എന്നും കൂടി ഞാൻ അപേക്ഷിക്കുന്നു. സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പാഠവും വിളിച്ചറിയിക്കുന്നതുമായ ഒന്നാക്കി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞത് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് പാലായിലെ പ്രവർത്തകർ മുന്നോട്ട് വന്നതും അതിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തതും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്.